ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് നല്ല വസ്ത്രമുടുത്ത് ചിട്ടപ്രകാരം ഭസ്മം ധരിച്ച് നാമജപത്തോടെ ക്ഷേത്രത്തിലേക്ക് നീങ്ങുക. ആദ്യം 7 ആൽ പ്രദക്ഷിണം. നമ്മുടെ സപ്തശരീരങ്ങളിലും പ്രാണോർജം നിറയ്ക്കുവാൻ നല്ലതാണ് ആൽ പ്രദക്ഷിണം. ആലിൻ്റെ മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ആലിൽ നിന്നാണ് ഈശ്വര ദർശനം തുടങ്ങുന്നത്. സങ്കല്പം: ക്ഷേത്രം ദേവശരീരമാകയാൽ അതിനകത്ത് പ്രവേശിക്കുന്ന ഭക്തൻ തൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും ദേവൻ്റെ അതാത് ഭാഗങ്ങളുമായി ലയിപ്പിച്ചുകൊണ്ട് പ്രവേശിക്കണം. പുറമതിൽക്കെട്ട് അന്നമയ ശരീരമായും പുറത്തെ പ്രദക്ഷിണ വഴി പ്രാണമയ ശരീരമായും പുറബലിവട്ടം കാമമയ ശരീരമായും ചുറ്റമ്പലം മനോമയ ശരീരമായും അകത്തെ പ്രദക്ഷിണ വഴി വിജ്ഞാനമയ ശരീരവും അകത്തെ ബലിവട്ടം ആനന്ദമയ ശരീരമായും ശ്രീകോവിൽ ചിന്മയ ശരീരമായും സങ്കല്പിക്കണം. പ്രദക്ഷിണം വെച്ചേ അകത്തു കയറാവൂ. മതിലിനു പുറത്തെ പ്രദക്ഷിണത്തിന് കൂടുതൽ ഫലമുണ്ട്. അകത്തെ പ്രദക്ഷിണ വഴിയിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ 3 ഇരട്ടി ഫലം പുറത്തെ പ്രദക്ഷിണ വഴിക്ക് ഉണ്ട്. ശബ്ദാർത്ഥം ഇങ്ങനെയാണ്: പ്ര സമം പ്രകർഷേണ, ദ സമം മോക്ഷദായകം, ക്ഷി സമം രോഗനാശകം, നം സമം ക്ഷേമവർദ്ധകം എന്നിങ്ങനെയാണ്. കൈകൾ കൂപ്പി നാമജപത്തോടെ അടികൾ വെച്ച് ഏകാഗ്രമായി നടക്കണം. പ്രദക്ഷിണ സംഖ്യ 21 ഉത്തമം. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും 4, എല്ലാവർക്കും പൊതുവെ 3 പ്രദക്ഷിണം. പ്രദക്ഷിണ ഫലം ഇതാണ്: ആദ്യത്തേത് പാപനാശം, രണ്ടാമത്തേത് ദർശനാധികാരിത്വം, മൂന്നാമത്തേത് ഐശ്വര്യ സുഖലബ്ധി. ബലിക്കല്ലുകൾ സ്പർശിക്കാതെ വലം വെച്ച് പ്രദക്ഷിണം ചെയ്യണം. നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് ഏതാണ്ട് 30 ഡിഗ്രി ചെരിഞ്ഞു നിന്ന് തൊഴണം. ദേവചൈതന്യം വിഗ്രഹത്തിൽ നിന്ന് നമ്മിലേക്ക് സർപ്പാകൃതിയിലാണ് വരിക. കൈകാലുകൾ ചേർത്ത് കൈപ്പത്തികൾ താമരമൊട്ടുപോലെ പിടിച്ച് കണ്ണടച്ച് ധ്യാന ശ്ലോകമോ മൂലമന്ത്രമോ ജപിച്ചുകൊണ്ട് ഈശ്വര ദർശനം ചെയ്യണം. പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസകലം ഭ്രമണം ചെയ്യുന്നു. ശരീരബലം നൽകുന്ന പൃഥ്വിശക്തി ചെറുവിരൽ വഴിയും പ്രാണവികാരബലമേകുന്ന ജലശക്തി മോതിരവിരൽ വഴിയും മനോബുദ്ധിബലം നൽകുന്ന അഗ്നിശക്തി നടുവിരൽ വഴിയും ബോധബലം നൽകുന്ന വായുശക്തി ചൂണ്ടുവിരൽ വഴിയും ആത്മബലം നൽകുന്ന ആകാശശക്തി പെരുവിരൽ വഴിയും സൃഷ്ടിക്കപ്പെടുന്നു. ഗണപതിക്ക് ഏത്തമിടൽ. കാലുകൾ പിണച്ചു വെച്ച് കൈകൾ പിണച്ച് ചെവിയുടെ താഴെ ഭാഗത്ത് പിടിച്ച് കൈമുട്ടുകൾ നിലത്തു മുട്ടും വിധം കാൽമുട്ട് വളച്ച് കുനിഞ്ഞ് നിവരുന്നത് വഴി 72,000 നാഡികളെയും ഉണർത്തുന്നതിനോടൊപ്പം സമസ്ത ജീവരാശിയോടും ക്ഷമയാചിച്ച് ഈശ്വര ദർശനാധികാരിയാകുന്ന ഈ പ്രക്രിയയ്ക്ക് ശേഷമേ ദർശനമാകാവൂ. ഏത്തസംഖ്യ 12 ഉത്തമമാണ്. 3, 7 എന്നിവയും ആകാം. ഇനി നമസ്കാരമാണ്. പുരുഷന്മാർക്ക് ശരീരം നീണ്ടു നിവർന്ന ദണ്ഡ നമസ്കാരവും ശിരസ്, നെഞ്ച്, കൈപ്പത്തികൾ, കാലടികൾ, കാൽമുട്ടുകൾ ഇവ നിലം തൊടുന്ന സാഷ്ടാംഗ നമസ്കാരവും ആവാം. സ്ത്രീകൾക്ക് ശിരസ്, കാൽമുട്ടുകൾ, പാദങ്ങൾ ഇവ നിലം തൊടുന്ന പഞ്ചാംഗ നമസ്കാരം. ഗർഭപാത്രത്തിന് ബലം നൽകുന്ന ഉത്തമ വ്യായാമമാണ് ഇത്. ഒറ്റ സംഖ്യയാണ് നമസ്കാര സംഖ്യ. കണ്ണുകൾ ഇറുക്കി അടച്ച് മനസ്സ് ദേവനിൽ ഏകാഗ്രമാക്കി കൈകൾ ശിരസിനു മേലെ പിടിച്ച് നമസ്കരിക്കണം.
വഴിപാടുകൾ പൊതുവെ വിളക്ക്, മാല, പുഷ്പാഞ്ജലി, അഭിഷേകം, പായസം എന്നിവയാണ്. വിളക്ക് ജ്വലിപ്പിക്കുമ്പോൾ ധാരാളം പ്രാണോർജം സൃഷ്ടിക്കുന്ന എള്ളെണ്ണ, നെയ്യ് എന്നിവ വേണം ഉപയോഗിക്കാൻ. ശിവന് പുറകിൽ വിളക്ക് ഉത്തമമാണ്. പുഷ്പം, മാല. ശിവന് കൂവളത്തില, വിഷ്ണുവിന് തുളസി, സരസ്വതിക്ക് താമര, ദുർഗയ്ക്ക് കുങ്കുമപ്പൂവ്, കാളിക്ക് ചെമ്പരത്തി. തുളസി, ചെത്തി, വെളുത്ത പൂക്കൾ ഇവ എല്ലാവർക്കും. നാളികേരം, വസ്ത്രം, പണം, എണ്ണ, അന്നദാനം, പുഷ്പം, ഫലം ഇവ എല്ലാവർക്കും. ഗണപതിക്ക് ഒറ്റയപ്പവും മോദകവും, വിഷ്ണുവിന് പാൽപായസം, ദേവിക്ക് കൂട്ടുപായസം, സുബ്രഹ്മണ്യന് പഞ്ചാമൃതം വിശേഷമാണ്. അഭിഷേകം. ശിവന് ഭസ്മവും ജലവും, വിഷ്ണുവിന് കളഭവും പാലും, മുരുകന് പഞ്ചാമൃതവും പനിനീരും. നെയ്യ്, പഞ്ചഗവ്യം ഇവ എല്ലാവർക്കും പ്രിയങ്കരമാണ്. പ്രസാദം. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം, തീർത്ഥം, ദീപം, ധൂപം, പുഷ്പം ഇവ 5 സ്വീകരിക്കണം. ചന്ദനം പുറത്തു കടന്നേ ധരിക്കാവൂ. മലര്, തുളസി, കൂവളം ഇവ ചേർത്തുള്ള തീർത്ഥം 1 2 തുള്ളി മാത്രം വാങ്ങി സേവിക്കണം. അധികമുള്ളത് ശിരസിൽ തളിക്കാം. പുഷ്പം ഒരിതൾ മാത്രം സ്വീകരിച്ച് ശിരസിൽ ധരിച്ച ശേഷം മുടിത്തുമ്പിൽ വെക്കാം. ധൂപ ദീപങ്ങൾ 2 കൈകളാലും ഏറ്റുവാങ്ങി കണ്ണുകളിൽ ചേർത്ത് താഴോട്ടൊഴിയണം. പ്രസാദ വസ്തുക്കൾ താഴെ വീഴാതെ ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം. ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം ഇല്ല. ശിവനെ വലത്തു വെച്ചുകൊണ്ട് വടക്കുവശത്ത് ഓവ് വരെ പ്രദക്ഷിണം വെച്ച ശേഷം ഓവിനരികിൽ നിന്ന് താഴികക്കുടത്തിൽ നോക്കി കൈകൊട്ടി തൊഴണം. വീണ്ടും ഇടത്തു വെച്ച് വടക്കുവശത്ത് ഓവിനരികിലേക്ക് വന്ന് താഴികക്കുടത്തിൽ നോക്കി കൈകൊട്ടി തൊഴണം. കൈകൊട്ടുന്നത് കൊണ്ട് ഭക്തന്റെ ശിരസിൽ അമൃതപ്രവാഹം ഉണ്ടാവുകയും ശരീരമാസകലം വ്യാപിക്കുകയും ചെയ്യുന്നു. ഗംഗാദേവിയെ ജടയിൽ സ്വീകരിച്ച് അത് ഒരു വശത്തേക്ക് തിരിക്കുകയാണത്രേ പരമശിവൻ ചെയ്തത്. അപ്പോൾ ഓവ് ഗംഗാ നദിയായി സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണ് ഓവ് മറികടന്ന് പോവരുതെന്ന് പറയുന്നത്.